കണ്ട ഫുൾ ഇരുട്ടാണ്, വേറെ വഴിയൊന്നുമില്ല. ആകാശ ചന്ദ്രേട്ടനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് താക്കറ ബീച്ചിലാണ്. മീൻ പിടിക്കാൻ വന്നാണ്. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെയല്ല, നല്ല കാലാവസ്ഥയാണ്, ആകാശത്ത് ചന്ദ്രേട്ടനുണ്ട്. സോ പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന്. This is 1, 2, 3, 4, 5, 6. Robusto. HP, ja. That's the line, that's strong. You need scissors for this. Wait, this can't be done easy, man. Okay, I'm putting the switching on now. That's it. That thing is that അപ്പോൾ കുറച്ചാകെ ഇതേ കിട്ടിയുള്ളൂ. നമ്മൾ വല പൊട്ടിപ്പോയി. കുറച്ച് ചെമ്മീൻ, പിന്നെ ഏതാ മീനെ കിട്ടിയിട്ടുണ്ട്, അതിങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു മണ്ണിൻ്റെ അടിയിൽ. വലിച്ചങ്ങെടുത്ത്. പിന്നെ ചെറിയ ഞണ്ടാണ്, കഴിഞ്ഞ ആഴ്ച നല്ല വലിയ ഞണ്ടിന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, പ്രാവശ്യം കിട്ടിയത് വളരെ ചെറുതിനെയാണ്. ഇതാണ് വലയുടെ അവസ്ഥ. ചൂണ്ടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല നിലവിൽ. വല പൊട്ടിപ്പോയി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത്തിരി നേരം പിടിച്ചത്. നമ്മുടെ ചൂണ്ട ഇവിടെ എവിടെയോ ഉണ്ട്. നമ്മുടെ ചൂണ്ട ഞാൻ അതവിടെ കരയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. കണ്ടില്ലേ, 2-3 വട്ടം ഇട്ട് മൊത്തം ക്ലിയർ ആക്കി തിരിച്ചു വന്നിട്ടുണ്ട്. സംഭവം മീനുണ്ട്, കൊത്തി ക്ലീനാക്കി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മീൻ, നല്ല വലിയ മീനുണ്ട്. ഇവിടെ വേറെ ആൾക്കാർ ക്യാമ്പ് ചെയ്ത് കൊടുക്കണം. അപ്പുറത്ത് മലയാളി ഫാമിലിയാണത്. ഇതാണ് നമ്മളുടെ ടീംസ്. നമ്മളൊന്ന് മയങ്ങാൻ പോവാണ്. അത്യാവശ്യം നല്ലൊരു കാറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാറ്റടിച്ചിട്ട് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം. അതിനുശേഷം വീണ്ടും മീൻ പിടിക്കാനുള്ള പരിപാടി തന്നെയാണ്. ഗോപ്രോ സെറ്റ് ചെയ്തു, ഈ ടൈം ലാപ്സ് എടുക്കണം. അടുത്തൊക്കെ ഉണ്ടായ മറ്റേ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. എന്താ നല്ല ജെല്ലി ഫിഷ് എന്തോന്ന് കിട്ടിയത്.
ഇതാണ് ഈ സാധനം, ജെല്ലി ഫിഷ് പോലെ ഉണ്ട്. ഞാൻ എൻ്റെ ഫിഷിംഗ് ലൊക്കേഷൻ മാറ്റി, മറ്റേ സ്ഥലത്ത് നിന്ന് ആകെ ഇട്ട് ഒറ്റ മീനാണ്. ഇപ്പം ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ സൺറൈസ് നോക്കാം, അടിപൊളി സൺറൈസാണ്. ഊഫ്, കണ്ടൽക്കാടാണിത് മൊത്തം. ഉണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മീനുണ്ട്, പക്ഷെ ഒരെണ്ണം പോലും കൊത്തില്ല. ഇവിടെ കുറച്ച് ഫിലിപ്പീനി ഫാമിലീസാണിത്. ഇവർ കയാക്കിങ്ങിന് പോയാണ് രാവിലെ തന്നെ. ഇതൊക്കെയാണ് ലൈഫ് നമ്മുടെ മല്ലികാടുകൾ തന്നെയാണ്. വാ, അത്യാവശ്യം നല്ല സൈസ് തന്നെ കിട്ടി. ടെൻ്റൊക്കെ മാറിപ്പോണ്ട്. ആ സൺറൈസ് ഞാൻ പോയത് ഫാമിലി ഹൗസ് എടുക്കാൻ. ക്യാമറയിൽ എത്രമാത്രം കിട്ടുമെന്ന് അറിയില്ല. നല്ല കാറ്റുമുണ്ട്, കണ്ടില്ലേ? കടൽ പക്ഷികൾ കൂട്ടം കൂടി ഇരിക്കുകയാണ് അവിടെ. പോളി സീനായിട്ടിത് ഒന്നുകൂടെ സൂമാക്കി വെക്കാം. അവിടെ അത്രയും മീനുള്ളതുകൊണ്ടാണ്. ഇവിടെ മാത്രം അങ്ങ് ദൂരെയും ഉണ്ട് ഇതേപോലെ തന്നെ. കണ്ടില്ലേ പൊളി, കണ്ടാ? ഇതൊക്കെ കണ്ടൽക്കാടാണ് ഇവിടെ ഉള്ളത്. മൊത്തം കംപ്ലീറ്റ് കണ്ടൽക്കാടാണ്. ഇതാണ് ഈ മരുഭൂമിയിലെ ഒരു ബ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയ ടീ ടൈം ചായ ഇനിയും ബാക്കിയുണ്ട്. നല്ല സുലൈമാനിയാണ്, നമ്മുടെ പുതിന ചേർത്ത് മിൻറ്റ് ചേർത്താണ്. എയർ പിടിച്ചെടുക്കുകയാണ് ഇവിടെ. എയർ കംപ്ലീറ്റ് വെള്ളം. ഇപ്പം അടുത്ത് വളരെ അടുത്ത കാലത്താണ് ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റൊക്കെ വന്നു തുടങ്ങിയത്. ഇതിന് മുന്നേ കാര്യമൊന്നുമില്ലായിരുന്നു. ലാൻഡ്സ്കേപ്പ് തന്നെ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. കുറേ പൂഴിയും പിന്നെ ചെറിയ ചെറിയ കുന്നുകളൊക്കെ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. പിന്നെ നമ്മൾ പർപ്പിൾ കാണുമ്പോൾ ആ ഒരു പർപ്പിൾ കളറുള്ള നമ്മുടെ ഖത്തറിൻ്റെ നാഷണൽ ഫ്ലാഗ് ഉണ്ടല്ലോ, അതിൻ്റെ അതേ കളറുള്ള ഒരു ചെടിയുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഖത്തറിൻ്റെ ഫ്ലാഗിൻ്റെ കളർ ഇൻസ്പയർ ചെയ്തത് ഈ ഒരു പർപ്പിൾ ആയിരുന്നു. പിന്നെ അതുപോലെ ഈ ഭാഗത്ത് കാണുന്ന ആ ഒരു പർപ്പിൾ മെറൂൺ കളറുള്ള ആ ഒരു ചെടി ഉണ്ടാവും. അപ്പോൾ അതല്ലേ ഇവിടെ ഒരു ഭാഗത്ത് കാണാം. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് കല്ലുപ്പ്, പ്യുവർ കല്ലുപ്പ്.
നല്ല ക്രിസ്റ്റൽ തിളങ്ങും പോലെ തിളങ്ങണം. ആ സൂര്യപ്രകാശം കൊണ്ട് നന്നായി തിളങ്ങുന്നുണ്ട്. പൗഡറാണ് ഇവിടെ, കുറച്ചുകൂടെ പൗഡറാണ്, കുറച്ചുകൂടെ പൗഡറാണ് ഈ ഭാഗത്ത്. ടേസ്റ്റ് നോക്കട്ടെ. കല്ലുപ്പിൻ്റെ അതേ ടേസ്റ്റ്. ഒരു മടുപ്പം തോന്നുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഏതാണ്ട് അവസാനിക്കാറായി. നമുക്ക് ചുറ്റുള്ള ആ വൈറ്റ് പെയിൻസ് ഉണ്ടല്ലേ, അപ്പോൾ നേരത്തെ ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയാനുള്ളത് ഇതാണ്, നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇവിടെ റൂട്ടുണ്ട്, ഒരു ഓൾറെഡി വണ്ടികൾ വന്ന് ഒരു റോഡ് മാതിരിയായി കിടക്കുന്ന ഒരു വഴിയുണ്ട്, അതിലെ കൂടി വരാൻ നോക്കുക. കാരണം എല്ലാവരും ഇതേപോലെ തോന്നിയ പോലെ ഇതിൻ്റെ മുകളിലെ കൂടിയൊക്കെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ശേഷം വരുന്നവർക്കും ഇതൊക്കെ ആസ്വദിക്കണം. അപ്പം അവർക്കത് സാധിക്കാതെ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചതിനെക്കാട്ടിയും വളരെ നല്ലൊരു സ്പോട്ടുണ്ട് വേറെ, ഭയങ്കര പ്യുവർ വൈറ്റ് ആയിട്ട്. പക്ഷെ ഇവിടെയും കുറേയൊക്കെ വണ്ടി പോയതാണ്, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ആ വണ്ടി വരുന്ന റൂട്ടുണ്ടോ, ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ ബീച്ചിൻ്റെ എൻഡ് വരെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് ഇതിലേക്കൂടി താഴോട്ട് ഇറങ്ങിയിട്ട് പോകാനത് ശരിയാവില്ല. ഇപ്പോൾ ഈ സൈഡ് നോക്കിക്കോ, ഇവിടെയും ഇതേപോലെ വെള്ള കളർ കിടക്കുക, നല്ല തിളക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ കിട്ടാത്തതുകൊണ്ടാണ്. What would you took of the tea in that cup, man? Empty cup you took. That's what was for my. എല്ലാം പൂയായി. എന്തായാലും വരെ രക്ഷപ്പെട്ട ലോട്ടറിയില്ലേ, ഫ്രൈ ആയിരുന്നു ഗ്രില്ലിൻ്റെ മുകളിൽ രക്ഷപ്പെട്ടു. ക്ലീൻ ആക്കുന്നില്ലേ? ബാക്കിയെല്ലാം ക്ലീൻ ആക്കിയിട്ടൊന്നല്ല ഇട്ട് അതിലിട്ട് കുറച്ച് മസാല കുടിച്ചോട്ടെ, എന്നിട്ട് വയറ്റിൽ നിന്ന് ഇത് മസാല പിടിച്ചല്ലോ, നമുക്ക് വളഞ്ഞിക്കുന്നു. വലുതിനായിട്ടില്ല, ഇതെല്ലാം കൂടി എല്ലാത്തിനും എങ്ങനെ കൺട്രോൾ ചെയ്യല്? അത് ബോധം കിടും. വെടക്കണ മീൻ എന്നല്ല വിൽക്കല്.